3.0 mm ഹുക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. സ്ലിപ്പ് നോട്ട്, chain 1 2 3 4 5 6 7 8 chain. ഫസ്റ്റ് ചെയിനിൽ 8 ചെയിൻ, ഈ ഫസ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ചെയിൻ 1 2 3 4 5 ചെയിൻ, 3 ചെയിൻ ഡബിൾ ക്രോഷ്യ പ്ലസ് 2 ചെയിനുമാണ് ഇത്. നെക്സ്റ്റ് സർക്കിളിനുള്ളിൽ DC ചെയിൻ 2, 7 ടൈംസ് DC ചെയിൻ 2, ഈ ഫസ്റ്റ് DC ചെയിൻ 2 ചേർത്ത് ചെയ്യണം സർക്കിളിനുള്ളിൽ. സെക്കൻഡ് DC ചെയിൻ 2, തേർഡ് ഡബിൾ ക്രോഷ്യ ചെയിൻ 2, ഫോർത്ത് ഡബിൾ ക്രോഷ്യ ചെയിൻ 2, ഫിഫ്ത്ത് DC chain 2, 6 chain 2, 7, അതായത് ലാസ്റ്റ് ഡബിൾ ക്രോഷ്യ. ചെയിൻ 2 ടോട്ടൽ ഈ 3 ചെയിനും കൂടെ ചേർക്കുമ്പോൾ 1 2 3 4 5 6 7 8 1 2 3 തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. റൗണ്ട് 1 ഇവിടെ കംപ്ലീറ്റ് ആയി. 2 ചെയിൻ്റെ സ്പേസിൽ സിംഗിൾ ക്രോഷ്യ. സെക്കൻഡ് DC സെയിം സ്പേസിൽ തേർഡ് ഡബിൾ ക്രോഷ്യ. സെയിം ആ സ്പേസ് തന്നെ സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് 2 ചെയിൻ സ്പേസ് സിംഗിൾ ക്രോഷ്യ, സെയിം 2 ചെയിൻ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ. 1 2 3 സെയിം സ്പേസിൽ വീണ്ടും സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് 2 ചെയിൻ സ്പേസ് സിംഗിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ, 1 2 3 സിംഗിൾ ക്രോഷ്യ. ഈ 2 ചെയിൻ്റെ ബാക്കിയുള്ള എല്ലാ സ്പേസിലും ഇതേപോലെ ചെയ്യണം. 1 2 3 4 5 2 ചെയിനും കൂടെ ബാക്കിയുണ്ട്. ടോട്ടൽ 8 ഈ ഒരു സെറ്റാണ് വരുന്നത്. കംപ്ലീറ്റ് ചെയ്യും. ഈ റൗണ്ട് ലാസ്റ്റാണ്. ഈ സിംഗിൾ ക്രോഷ്യ ചെയ്ത ഇതിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 1, നെക്സ്റ്റ് റൗണ്ടിൽ നമുക്ക് നെക്സ്റ്റ് കളർ യൂസ് ചെയ്യും. 2 സിംഗിൾ ക്രോഷ്യയുടെ മിഡിലിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
പുതിയ കളർ ആഡ് ചെയ്തു. ചെയിൻ 5, 1 2 3 4 5. ഈ ബാക്കിൽ ഈ 2 സിംഗിൾ ചെയിൻ്റെ മിഡിലിൽ വേണം നമുക്ക് ഇത് ചെയ്യാനായിട്ട്. ഇതേപോലെ നെക്സ്റ്റ് ചെയിൻ 1 2 3 4 5. നെക്സ്റ്റ് സിംഗിൾ ക്രോഷയുടെ 2 സിംഗിൾ ക്രോഷയുടെ മിഡിലിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. ഈ മിഡിലായിട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് ബാക്കിലാണ് ഇരിക്കേണ്ടത് ഈ 5 ചെയിൻ്റേത്. ചെയിൻ 1 2 3 4 5. 2 സിംഗിൾ ക്രോഷയുടെ മിഡിലിലൂടെ സ്ലിപ്പ് സ്റ്റിച്ച്. ഫുള്ളും ഇതേപോലെ ചെയ്തിട്ട് വരാം. റൗണ്ട് 4 ഈ 5 ചെയിൻ്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ, ഹാഫ് ഡി സി, സെയിം സ്പേസിൽ തന്നെ സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷേ. 1 2 3 ഡബിൾ ക്രോഷേ, സെയിം സ്പേസിനുള്ളിൽ ഹാഫ് ഡി സി, സെയിം സ്പേസിൽ സിംഗിൾ ക്രോഷേ. ഇവിടെ ഒരു പെറ്റേഴ്സ് ആയിട്ടുണ്ട്. അത് സിംഗിൾ ക്രോഷേ, ഹാഫ് ഡി സി, 3 ഡി സി, ഹാഫ് ഡബിൾ ക്രോഷേ, സിംഗിൾ ക്രോഷേ. നെക്സ്റ്റ് ഈ സ്പേസിൽ വീണ്ടും 5 ചെയിൻ്റെ സ്പേസിൽ സിംഗിൾ ക്രോഷേ, ഹാഫ് ഡി സി, 3 ഡബിൾ ക്രോഷേ. 1 2 3 ഹാഫ് ഡി സി, സെയിം സ്പേസിൽ സിംഗിൾ ക്രോഷേ. നെക്സ്റ്റ് again single crochet, next 5 chain space le half DC, 3 double crochet, 1 2 3 half DC, സിംഗിൾ ക്രോഷേ. ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. റൗണ്ട് ലാസ്റ്റ് ഈ ഫസ്റ്റ് ഇവിടെ ചെയ്ത ഈ സ്ലിപ്പ് സ്റ്റിച്ചിൽ ഫസ്റ്റ് സിംഗിൾ ക്രോഷയിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 1 ഞാൻ കട്ട് ചെയ്യും. നെക്സ്റ്റ് റൗണ്ട് ഏതേലും ഒരു ഈ പെറ്റൽസിൻ്റെ മിഡിലിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ നേരത്തെ ഇവിടെ ചെയ്ത പോലെ തന്നെ ഈ റെഡ് ചെയ്ത പോലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം.
ഈ പുതിയ കളേഴ്സ് നമ്മളിവിടെ ആഡ് ചെയ്യുവാണ്. ചെയിൻ 1 2 3 4 5. നെക്സ്റ്റ് ഈ 2 പെറ്റൽസിൻ്റെ മിഡിലിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ചെയിൻ 1 2 3 4 5. നെക്സ്റ്റ് 2 പെറ്റൽസിൻ്റെ മിഡിലിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ചെയിൻ 1 2 3 4 5. നെക്സ്റ്റ് 2 പെറ്റൽസിൻ്റെ മിഡിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും ചെയ്യാം. ചെയ്തിട്ട് വരാം. നമുക്ക് ഈ ഫസ്റ്റ് ഈ ചെയിനിൽ ആദ്യം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട സ്പേസിൽ നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച്. റൗണ്ട് 5 റൗണ്ട് 6 ഈ സ്പേസിനുള്ളിൽ ഈ ചെയിനിനുള്ളിൽ നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്യാം. സിംഗിൾ. നെക്സ്റ്റ് റൗണ്ടാണ് റൗണ്ട് 6. 4 DC സെയിം ഈ സ്പേസിനുള്ളിൽ 1 ഡബിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ, 3 ഡബിൾ ക്രോഷേ, 4 ഡബിൾ ക്രോഷേ. Chain 1, again 4 double crochet, 1 2 3 4. നെക്സ്റ്റ് സിംഗിൾ ക്രോഷേ സെയിം സ്പേസ് തന്നെ. നെക്സ്റ്റ് ഈ 5 ചെയിൻ്റെ സ്പേസിൽ സിംഗിൾ ക്രോഷേ. 4 DC, 4. Chain 1, സെയിം സ്പേസിൽ തന്നെ 4 ഡബിൾ ക്രോഷേ. 1 2 3 4. സെയിം സ്പേസ് സിംഗിൾ ക്രോഷേ. ഇതേപോലെ നമുക്ക് ഈ റൗണ്ട് ഫുള്ളും ചെയ്യാം. ഫുള്ളും ചെയ്തിട്ട് വരാം. ഈ റൗണ്ട് ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച്. ചെയിൻ 1 ഞാൻ കട്ട് ചെയ്യാം. റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് റൗണ്ട് നെക്സ്റ്റ് കളർ ആഡ് ചെയ്യാം. ഏതെങ്കിലും ഒരു പെറ്റൽസിൻ്റെ മിഡിൽ നമുക്ക് നമ്മുടെ പുതിയ യാൺ നമുക്ക് ജോയിൻ ചെയ്യാം.
chain 7, chain 1, 2, 3, 4, 5, 6, 7. ഇത് ട്രിപ്പിൾ ക്രോഷേ ചെയിൻ 2 ആണ്. സോറി, ഇത് ട്രിപ്പിൾ ക്രോഷേ ചെയിൻ 3 ആണ് കണക്കാക്കുന്നത്. സെയിം സ്പേസിൽ നമുക്കൊരു ട്രിപ്പിൾ ക്രോഷയും കൂടെ ചെയ്യാം. ചെയിൻ 2, സിംഗിൾ ക്രോഷേ. ഈ ചെയിൻ 1 നമ്മളിവിടെ ചെയ്തിരുന്നു. ആ ചെയിൻ 1ൻ്റെ സ്പേസിൽ സിംഗിൾ ക്രോഷേ. അഗെയിൻ ചെയിൻ 2, ട്രിപ്പിൾ ക്രോഷേ ഈ മിഡിൽ 2 പെറ്റൽസിൻ്റെ മിഡിൽ, ട്രിപ്പിൾ ക്രോഷേ 2 പെറ്റൽസിൻ്റെ മിഡിൽ, ട്രിപ്പിൾ ക്രോഷേ, chain 1, 2, 3, again same space, triple crochet, chain 2, chain 1 ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ പെറ്റൽസിൻ്റെ മിഡിലിൽ. ആ സ്പേസിൽ സിംഗിൾ ക്രോഷേ, chain 2, ട്രിപ്പിൾ ക്രോഷേ 2 പെറ്റൽസിൻ്റെ മിഡിലിൽ, ചെയിൻ 3, ട്രിപ്പിൾ ക്രോഷേ, ചെയിൻ 2, സിംഗിൾ ക്രോഷേ, again chain 2, triple crochet, chain 3, triple crochet, ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും ചെയ്യാം. ചെയിൻ 2, ട്രിപ്പിൾ ക്രോഷേ 2 പെറ്റൽസിൻ്റെ മിഡിൽ, ചെയിൻ 3, ട്രിപ്പിൾ ക്രോഷേ, സെയിം സ്പേസ്, chain 2, single crochet, chain 2, 1, 2, 3, 4. ഫോർത്ത് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് റൗണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് നെക്സ്റ്റ് ചെയിനിൽ, ഈ 3 ചെയിൻ സ്പേസിൽ ചെയിൻ 1, 2, 3, 1 ഡബിൾ ക്രോഷേ, സെക്കൻഡ് ഡബിൾ ക്രോഷേ, ചെയിൻ 3, chain 3, 3 double crochet, double crochet. Next 2 chain space le 3 double crochet, 1, 2, 3. Next 2 chain space le 3 double crochet, 1, 2, 3. Next ഈ സ്പേസിൽ 3 ചെയിൻ സ്പേസിൽ 3 ഡബിൾ ക്രോഷേ, 3 ചെയിൻ, 3 ഡബിൾ ക്രോഷേ,
3 double crochet, next 2 chain space, next 3 double crochet, 2 chain space, ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും ചെയ്യാം. ഏതെങ്കിലും 3 ചെയിൻ്റെ സ്പേസിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് കളർ സ്റ്റാർട്ട് ചെയ്യാം. സെയിം സ്പേസിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 1 2 3, സെയിം സ്പേസിൽ സിംഗിൾ ക്രോഷേ, സെയിം സ്പേസിൽ ചെയിൻ 2 2 ചെയിൻ, ഈ 3 ഡബിൾ ക്രോഷയുടെ മിഡിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ ചെയ്യാം. ചെയിൻ 2 നെക്സ്റ്റ് 2 3 DCയുടെ മിഡിൽ നമുക്ക് സിംഗിൾ ക്രോഷ, ചെയിൻ 2 നെക്സ്റ്റ് ഈ 3 DCയുടെ സിംഗിൾ ക്രോഷ, ചെയിൻ 2 3 ഡബിൾ ക്രോഷയുടെ മിഡിൽ സിംഗിൾ ക്രോഷ, ചെയിൻ 2 3 ഡബിൾ ക്രോഷയുടെ മിഡിൽ സിംഗിൾ ക്രോഷ, ചെയിൻ 2 3 ഡബിൾ ക്രോഷയുടെ മിഡിൽ സിംഗിൾ ക്രോഷ, ചെയിൻ 2 സിംഗിൾ ക്രോഷ, നെക്സ്റ്റ് ഈ 3 ചെയിൻ്റെ സ്പേസിൽ സിംഗിൾ ക്രോഷ, ചെയിൻ 3 1 2 3, നെക്സ്റ്റ് സ്പേസിൽ സിംഗിൾ ക്രോഷ, ചെയിൻ 2 skip 3 DC, single crochet, chain 2, skip these 3 DCs, ഈ 3 ഡബിൾ ക്രോഷേസ് സ്കിപ്പ് ചെയ്തിട്ട് മിഡിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 2 3 DC സ്കിപ്പ് ചെയ്യാം, സിംഗിൾ ക്രോഷേ, ചെയിൻ 2 ഈ 3 ചെയിൻ്റെ സ്പേസിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 3 സിംഗിൾ ക്രോഷേ, ചെയിൻ 2 സിംഗിൾ ക്രോഷേ, chain 2 single crochet, chain 2 single crochet, chain 2 single crochet, 3 chain ഉള്ളിൽ chain 3 സിംഗിൾ ക്രോഷേ. ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും ചെയ്യാം, ചെയ്തിട്ട് വരാം. ഈ റൗണ്ട് ലാസ്റ്റ് ഈ ഫസ്റ്റ് ഈ സ്ലിപ്പ് സ്റ്റിച്ചിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നെക്സ്റ്റ് 3 ചെയിനുള്ളിൽ പുതിയ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 1 2 3, സെയിം സ്പേസിൽ 2 ഡബിൾ ക്രോഷേ, 1 2, chain 3, same space 3 double crochet,
1 2 3. നെക്സ്റ്റ് 3 ചെയിൻ സ്പേസിൽ നെക്സ്റ്റ് 2 ചെയിൻ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ. 1 2 3. 2 ചെയിൻ സ്പേസിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് 2 ചെയിൻ സ്പേസിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് 2 ചെയിൻ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് 3 ചെയിൻ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ, 3 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ. നമ്മുടെ ഈ ഒരു സ്പേസിൽ ഒരു വി ഷേപ്പ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വീണ്ടും അതേപോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ സ്പേസിൽ ഹാഫ് DC, ഹാഫ് DC. നെക്സ്റ്റ് 2 ചെയിൻ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ. 1 2 3. നെക്സ്റ്റ് 3 ചെയിൻ സ്പേസിൽ 3 DC, 3 ചെയിൻ, 3 DC. ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും ചെയ്യാം. ഈ റൗണ്ട് ലാസ്റ്റ് 1 2 3 തേർഡ് ചെയിനിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 1, ഇനി നമുക്ക് വൈറ്റ് കളർ തന്നെ എടുക്കാം. ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെയിം സ്പേസിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 3, സെയിം സ്പേസിൽ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ. ചെയിൻ 2, സിംഗിൾ ക്രോഷ്യ, 2 3 DCയുടെ മിഡിലിൽ സിംഗിൾ ക്രോഷ്യ. ചെയിൻ 2, നെക്സ്റ്റ് സ്പേസിൽ സിംഗിൾ ക്രോഷ്യ. ചെയിൻ 2. ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇതിൻ്റെ മിഡിലുള്ളത് നെക്സ്റ്റിൻ്റെ സ്പേസിൽ നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ചെയിൻ 2,
നെക്സ്റ്റിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 2, 3 ചെയിൻ സ്പേസ്, സിംഗിൾ ക്രോഷേ, ചെയിൻ 3, നെക്സ്റ്റ് സ്പേസിൽ ചെയിൻ 3, സെയിം സ്പേസിൽ സിംഗിൾ ക്രോഷേ, വീണ്ടും ചെയിൻ 2, ഈ സ്പേസിൽ സിംഗിൾ ക്രോഷേ, 3 ഡബിൾ ക്രോഷയുടെ മിഡിലിൽ ചെയിൻ 2, നെക്സ്റ്റ് 3 ഡബിൾ ക്രോഷയുടെ സ്പേസിൽ 3 ഡബിൾ ക്രോഷ കഴിഞ്ഞിട്ടുള്ള സ്പേസിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 2, സ്കിപ്പ് ഈ മിഡിലെ ചെയിൻ, അതിനുശേഷം ഈ 3 ഡബിൾ ക്രോഷയുടെ അടുത്ത് തന്നെ സിംഗിൾ ക്രോഷ ചെയ്യാം, ചെയിൻ 2, നെക്സ്റ്റ് 2 3 ഡബിൾ ക്രോഷയുടെ മിഡിലിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ ചെയ്യാം, ചെയിൻ 2, നെക്സ്റ്റ് 3 ചെയിൻ സ്പേസ്, സിംഗിൾ ക്രോഷേ, 3 ചെയിൻ, സിംഗിൾ ക്രോഷേ. ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും ചെയ്യാം. ചെയ്തിട്ട് വരാം. ഫസ്റ്റ് സിംഗിൾ ക്രോഷയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നെക്സ്റ്റ് ഈ സെയിം സ്പേസിനുള്ളിൽ സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ 1 2 3, സെയിം സ്പേസിൽ 1 DC, സെക്കൻഡ് DC, 3 ചെയിൻ 1 2 3, സെയിം സ്പേസിൽ 3 ഡബിൾ ക്രോഷേ, 1 2 3. നേരത്തെ ഇതിന് മുന്നത്തെ റൗണ്ടിൽ ചെയ്തതുപോലെ തന്നെയാണ്. നെക്സ്റ്റ് സ്പേസിൽ 2 ചെയിൻ സ്പേസിൽ 3 ഡബിൾ ക്രോഷേ, 1 2 3, സ്പേസിൽ 3 ഡബിൾ ക്രോഷേ, 1 2 3. ഈ 2 ചെയിൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റിനകത്ത് 3 ഡബിൾ ക്രോഷേ, 1 2 3. നെക്സ്റ്റിലും 3 ഡബിൾ ക്രോഷേ, 1 2 3. നെക്സ്റ്റ് സ്പേസിൽ 3 ഡബിൾ ക്രോഷേ, 3 ചെയിൻ, 3 ഡബിൾ ക്രോഷേ, 3 ഡബിൾ ക്രോഷേ, 3 ചെയിൻ, 3 ഡബിൾ ക്രോഷേ, 1 2 3. ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും നമുക്ക് ചെയ്യാം. ഈ മിഡിലെ 2 ചെയിനാണ് സ്കിപ്പ് ചെയ്യേണ്ടത്. ബാക്കി 2 2 ചെയിൻ സ്പേസിലും 3 ഡബിൾ ക്രോഷേ ചെയ്യണം. ഇവിടെ 3 ഡബിൾ ക്രോഷയുടെ 1 2 3 4 സെറ്റ് ഉണ്ട്. ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും ചെയ്യും. 1 2 3 തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ചെയ്ത് ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ചെയിൻ 1 ഞാൻ കട്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് നമ്മൾ റെഡ് കളറാണ് ഇട്ടേക്കുന്നത്. റെഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മെറൂൺ കളറ്. നെക്സ്റ്റ് ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ.
സെയിം സ്പേസിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 3, സെയിം സ്പേസിൽ സിംഗിൾ ക്രോഷേ. നെക്സ്റ്റ് ചെയിൻ 2, സിംഗിൾ ക്രോഷേ, ചെയിൻ 2, സിംഗിൾ ക്രോഷേ, ചെയിൻ 2, ഈ സ്പേസിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 2, സിംഗിൾ ക്രോഷേ, ചെയിൻ 2, സിംഗിൾ ക്രോഷേ, ചെയിൻ 2, സിംഗിൾ ക്രോഷേ, ചെയിൻ 3, സെയിം സ്പേസിൽ സിംഗിൾ ക്രോഷേ. ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും ചെയ്യാം. ചെയ്തിട്ട് വരാം. ചെയിൻ 2, ഫസ്റ്റ് ഈ സിംഗിൾ ക്രോഷയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നെക്സ്റ്റ് 3 ചെയിനുള്ളിൽ നെക്സ്റ്റ് റൗണ്ടാണ്. വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ 1 2 3, സെയിം സ്പേസിൽ ഡി സി, സെയിം സ്പേസ് ഡി സി, ചെയിൻ 3 3 ഡബിൾ ക്രോഷേ. Next 2 chain space, 3 double crochet. Next 2 chain space, 3 double crochet. Next ഈ 2 ചെയിൻസ് ഡിക്രീസ് ചെയ്യണം. ഹാഫ് ഡി സി, ഹാഫ് ഡി സി, ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഇതിൽ നമ്മൾ ഡിക്രീസ് ചെയ്യണേ. നെക്സ്റ്റ് 3 ചെയിൻ സ്പേസിൽ 3 ഡബിൾ ക്രോഷേ. 1 2 3. നെക്സ്റ്റ് 2 ചെയിൻ സ്പേസിൽ 3 ഡബിൾ ക്രോഷേ. 1 2 3. 3 ചെയിൻ സ്പേസിൽ 3 ഡബിൾ ക്രോഷേ, 3 ചെയിൻ, 3 ഡബിൾ ക്രോഷേ. ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് ചെയ്ത പോലെ തന്നെ സിംഗിൾ ക്രോഷേ, 3 ചെയിൻ, സിംഗിൾ ക്രോഷേ, 2 ചെയിൻ, സിംഗിൾ ക്രോഷേ. അതിന് കഴിഞ്ഞ് നെക്സ്റ്റ് വരുമ്പോൾ റിപ്പീറ്റ് ചെയ്യുക ഇത്. ഓക്കെ, നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഏത് വലിപ്പത്തിനാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡ് വെച്ച് ചെയ്ത ലാസ്റ്റ് റൗണ്ടിന് ശേഷം വീണ്ടും 4 റൗണ്ടും കൂടെ എക്സ്ട്രാ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ചെറിയൊരു താൽ പോർഷൻ അല്ലെങ്കിൽ ടേബിൾ മാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.